ആലപ്പുഴയിൽ ഈ പറയുന്ന പോലെ ഒരു ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യം ഉണ്ടായ സംഭവം. അപ്പോൾ അതിൽ ഒരു നടപടിയൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പം പ്രതിഷേധങ്ങളുണ്ടല്ലേ? ഇന്ന് പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ട്. മനീഷ് മഹിപാലുണ്ട്, വാർത്ത റിപ്പോർട്ട് ചെയ്ത മനീഷാണ്. മനീഷ്, ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, പക്ഷെ നമ്മളൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. വളരെ അസാധാരണമായ വൈകല്യത്തോടു കൂടി ഒരു കുഞ്ഞ് ജനിക്കുന്നു. മാതാപിതാക്കൾക്ക് എത്രത്തോളം വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് പരിശോധനയ്ക്ക് ആരോഗ്യവകുപ്പിൻ്റെ സംഘം എത്തുകയാണ്. ഒപ്പം തന്നെ ഈ സ്കാനിങ് നടക്കുമ്പോൾ അത് ഒക്കെ കൃത്യമായ രീതിയിലാണോ, പലയിടത്തു നിന്നും പല റിസൾട്ടുകൾ എങ്ങനെ വരുന്നു എന്നൊക്കെയുള്ള ആശങ്കകളും പല കോണുകളിൽ നിന്നും പലരും പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരാണെങ്കിലും പറയുന്നുണ്ട് വളരെ വിദഗ്ധരായ ഡോക്ടേഴ്സാണ് ഇവർ, അപ്പോൾ അവരെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് നമ്മൾ പലതവണ ആലോചിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടം എന്ന് പറയുന്നത് ഈ ഗർഭസമയത്ത് തന്നെ ഇത്തരം വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ ഇത് കണ്ടെത്താമായിരുന്നു. പക്ഷെ അത് ഈ സ്കാനിങ്ങിൽ കണ്ടെത്തിയിട്ടില്ല. അതാണ് ഈ പരാതിക്കിടയാക്കിയ സംഭവം. അപ്പോൾ അതിലാണ് ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസും മുസ്ലിം ലീഗും അവിടെ ഉയർത്തുന്നുമുണ്ട്. മനീഷ, അപ്പോൾ ഇന്നത്തെ ഒരു പരിശോധന, ഇന്ന് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയുള്ള തുടർചലനങ്ങൾ ഉണ്ടാവും? ക്രിസ്റ്റീന, ഈ സംഭവം എന്താണെങ്കിലും വലിയ വിവാദം കൂടിയായിട്ടുണ്ട്. രാഷ്ട്രീയ ആയുധം കൂടിയാക്കി പ്രതിപക്ഷം മാറ്റുകയാണ്. ഈ വിഷയത്തിൽ ആരോഗ്യ വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ഈ വിഷയം അന്വേഷിക്കുന്നത്. ഇന്ന് വിദഗ്ധ സംഘം ഇന്ന് ആലപ്പുഴയിലെത്തും. ഇന്ന് 11 മണിക്ക് ഈ കുഞ്ഞുമായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്താനാണ് പിതാവിനോട് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ DMO ഓഫീസിൽ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലുള്ള സ്കാനിംഗ് റിപ്പോർട്ടുകൾ അടക്കമുള്ള എല്ലാ രേഖകളും DMO ഓഫീസിന് കൈമാറാൻ ഇന്നലെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. ഇന്നലെ തന്നെ എല്ലാ രേഖകളും കൈമാറിയിട്ടുണ്ട്. നിലവിൽ DMO ഇന്നലെ വൈകിട്ട് ഇത് സംബന്ധിച്ച പ്രാഥമിക റിപ്പോർട്ട് ആരോഗ്യ വിഭാഗം ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. പ്രാഥമിക റിപ്പോർട്ടിലെ വിവരം ഇങ്ങനെയാണെന്നാണ് നമ്മുടെ സൂചന. അതായത് ഡോക്ടർമാരുടെ ഭാഗത്ത് പിഴ വല്ലത് 20-25 വർഷത്തോളം സേവനമുള്ള ഡോക്ടർമാരാണ് ഡോക്ടർ പുഷ്പയും ഷേർലിയും. ഈ തെറ്റിദ്ധാരണജനകമായിട്ടുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള പിഴവ് സംഭവിച്ച റിപ്പോർട്ട്, സ്കാനിംഗ് റിപ്പോർട്ട് ലാബുകളിൽ നിന്ന് ലഭിച്ചത് അത് ഒരിക്കലും ഡോക്ടർമാരുടെ പിഴവല്ല. ആ റിപ്പോർട്ടിന് അനുസൃതമായിട്ടാണ് അവർ ചികിത്സ നൽകുന്നതും മറ്റു കാര്യങ്ങളും എന്നുള്ള ഒരു വാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള റിപ്പോർട്ട് കൂടിയാണ്, പ്രാഥമിക റിപ്പോർട്ടാണ് ആലപ്പുഴ DMO ജമുന വർഗീസ് ആരോഗ്യ വിഭാഗം ഡയറക്ടർക്ക് കൈമാറിയിട്ടുള്ളത്. എന്നാൽ മറ്റൊരു വാദം ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ ലാബുകൾ സ്വീകരിക്കുന്നുണ്ട്. ലാബുകളുടെ ഉത്തരവാദിത്വം ഇത്തരത്തിലുള്ള പരിശോധന എന്ത് ആണ് ഡോക്ടർ കുറിച്ചു തരുന്നത്, അതിന്റെ പരിശോധനാ ഫലം അറിയിക്കുക മാത്രമാണ്. ആ പരിശോധനാ ഫലം കണ്ട് അത് മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വം ഏത് ഡോക്ടറാണോ അത് കുറിച്ചതെന്ന് അവർക്കുള്ള ഉത്തരവാദിത്തമാണ്, ആ ഡോക്ടറുടെ ഉത്തരവാദിത്തമാണ്. അത് റേഡിയോളജിസ്റ്റിന്റെ ഉത്തരവാദിത്തമല്ല എന്നുള്ളൊരു വാദമാണ് ലാബുകൾ ഈ സമയത്ത് ഉയർത്തുന്നത്. ഇത് രാഷ്ട്രീയ വിവാദമായ പശ്ചാത്തലത്തിൽ ഇന്ന് മഹിളാ കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇന്ന് ആലപ്പുഴ കടപ്പുറത്തെ വനിതാ ശിശു ആശുപത്രിയിലേക്ക് മാർച്ച് അടക്കം സംഘടിപ്പിക്കുന്നുണ്ട്. ഇന്ന് കുട്ടി എന്താണെങ്കിലും ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിക്കും. അങ്ങനെ ഈ വിഷയം ബന്ധപ്പെട്ട് പരസ്പരം ഈ ലാബുകളും ഡോക്ടർമാരും പഴിചാരുന്നു. സർക്കാർ ഇത് സംബന്ധിച്ച് അന്വേഷണം ആരംഭിക്കുന്നു. പക്ഷേ ഇതിന് മുൻപൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അത് തന്നെയാണ് ഏറ്റവും സങ്കടകരമായ കാര്യം മനീഷ്. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ എപ്പോഴും സംഭവിക്കുന്ന ഇതാണ്, മെഡിക്കൽ നെഗ്ലിജൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ആരും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരം നമ്മൾ എത്രയോ തവണ കണ്ടതാണ്. പക്ഷേ ഈ വിഷയം അത് ഗൗരവമായി മാറിയിട്ടുണ്ട്. എന്തായാലും അതിലൊരു നടപടി ഉണ്ടാകുമെന്നാണ് നമ്മളും കരുതുന്നത്. വലിയ പ്രതിഷേധം അത് രാഷ്ട്രീയമായും ഇപ്പോൾ ആ മേഖലയിൽ മാറുന്നുണ്ട്. ഓരോ തവണയും നമ്മളിങ്ങനെ ഓരോ കേസുകൾ വരുമ്പോൾ ഇനി ഇത് ആവർത്തിക്കാതിരിക്കട്ടെ എന്നുള്ളത് പക്ഷേ വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ പറയുകയാണ്. ഏത് മേഖലയിലുള്ളവരാണെങ്കിലും നമ്മൾ എത്രത്തോളം ഒരു ജീവന്റെ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണിത്. കാരണം നമുക്കതിന് കൂടുതൽ പറയാൻ വാക്കുപോലും കിട്ടാത്ത ഒരു അവസ്ഥയാണ്. കുടുംബത്തിന്റെ ദുഃഖം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയാണ് കഴിഞ്ഞ ദിവസങ്ങൾ അവിടെ പ്രതികരണത്തിൽ അല്ലെ.